ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ. അതെ, നമുക്ക് ഈ ഐസിയും ട്രാൻസിസ്റ്ററും ഒന്നും ഇല്ലാതെ റെഗുലേറ്റർ സപ്ലൈ ഒന്നും ആക്കാതെ തന്നെ 2 മൊഡ്യൂൾ വെച്ച് സിമ്പിളായിട്ട് ഒരു മൊബൈൽ ചാർജർ ഉപയോഗിച്ച് 5 വോൾട്ട് DC സപ്ലൈ കൊടുത്തിട്ട് എങ്ങനെ സിമ്പിളായിട്ടൊരു ഹാൻഡ് ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഉണ്ടാക്കാൻ നോക്കാം. ടെക് ആൻഡ് നെറ്റോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഈ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കാൻ ആദ്യം വേണ്ട ഇതുപോലൊരു ബോട്ടിലാണ്. ബൂസ്റ്റിൻ്റെയോ ഹോർലിക്സിൻ്റെയോ ഒരു കാലി ബോട്ടിലാണ്. പിന്നെ ഇത് ഈ റിലേ മൊഡ്യൂളാണ് ഇത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലൊരു പ്രോക്സിമിറ്റി സെൻസർ, പിന്നെ ഒരു സബ്മറൈൻ പമ്പ്, പിന്നെ ഇതേ ഈ ഒരു വാട്ടർ ട്യൂബ്. ഇതെല്ലാം കൂടെ ഒരു കിറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് കൂടാതെ കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് കണക്റ്റിംഗ് വയേഴ്സ് റെഡിയാക്കി എടുക്കുക, സോൾഡർ ചെയ്തിട്ട്. ജമ്പർ വയർ എന്നൊക്കെ പറയും. നിങ്ങൾക്ക് ഇതും ഓൺലൈനിൽ നിന്ന് വരുത്താം, അല്ലെങ്കിൽ ഈ പഴയ ബോർഡിൽ നിന്നൊക്കെ എടുത്ത് സോൾഡർ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ 5 വോൾട്ട് DC ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു DC സപ്ലൈ കൊടുക്കാനുള്ളൊരു USB കേബിളും നമ്മൾ കരുതണം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഉണ്ടാക്കാനായിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ വാട്ടർ ട്യൂബ് കടത്തിവിടാനുള്ള ഹോള് സോൾഡർ ഗൺ വെച്ച് തുളയ്ക്കാം. ഇതുപോലെ വളരെ ഈസി ആയിട്ട് തുളയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മോട്ടറിൻ്റെ പമ്പിൻ്റെ വയറെടുക്കാനായിട്ടുള്ളൊരു ചെറിയൊരു തുള കൂടെ തുളയ്ക്കാം. സിമ്പിളായിട്ട് മതി. എന്നിട്ട് നമുക്കിത് അഴിച്ചിട്ട് ഇതിനകത്ത് പമ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അടുത്ത് നമ്മൾ നമ്മുടെ പ്രോക്സിമിറ്റി സെൻസർ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സെൻസർ ഒട്ടിച്ചു. നമ്മൾ ഈ റിലേ മൊഡ്യൂളാണ് ഒട്ടിക്കാൻ പോകുന്നത്. നമുക്കിതിൻ്റെ ഇനി കണക്ഷൻസൊക്കെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈ വാട്ടർ ട്യൂബ് പിന്നെ കേബിളും വയറും എടുത്ത ആ ഒരു ഹോള് ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യുക. ഇതിൻ്റെ കണക്ഷൻസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിനകത്ത് ഈ ഒരു 2 മൊഡ്യൂളിൻ്റെ ബോർഡിനകത്തും ഇവിടെ ഗ്രൗണ്ട്, സെൻട്രൽ ഗ്രൗണ്ട്, ഇപ്പുറം റൈറ്റ് സൈഡിൽ VCC, അതായത് പോസിറ്റീവ്, DC പോസിറ്റീവ്. അതേപോലെ ഇതിലും സെൻട്രൽ ഗ്രൗണ്ട്, ഇപ്പുറത്ത് ഇപ്പുറത്ത് പോസിറ്റീവ്. അപ്പോൾ ഇത് സെയിം ആയിട്ടുള്ളതാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് രണ്ടും ഈ 3 ലീഡ് തമ്മിൽ ഷോർട്ട് ചെയ്താൽ മതി. അതായത് ഈ സെയിം ആയിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് വെക്കാം. ഞാനിതിപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പരിമിതി കാരണം ഇങ്ങനെ അപ്പുറം വെച്ചെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 3 തമ്മിൽ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പോസിറ്റീവും നെഗറ്റീവും DCയുടെ വയർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ റിലേയുടെ ഔട്ടിൽ ഈ മോട്ടറിൻ്റെ കണക്ഷൻ കൊടുത്താൽ മതി. അതെങ്ങനെയാണെന്ന് കാണാം. സെൻസറിൻ്റെ ഔട്ട് എടുത്തിട്ട് റിലേയുടെ ഇന്നിലേക്ക് സോൾഡർ ചെയ്തു. ഇതുപോലെ അടുത്ത് ഗ്രൗണ്ടും പോസിറ്റീവും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അടുത്ത് നമ്മൾ ഇതിൻ്റെ പമ്പിലേക്കുള്ള കണക്ഷൻ റിലേക്ക് ഔട്ട് പോകുന്നവിടെ സോൾഡർ ചെയ്യണം. അതിന് ഇത് ഈ സെയിം സപ്ലൈ തന്നെ എടുത്താൽ മതി. നമുക്കിനി ഈ കണക്ഷൻ മോട്ടറിലേക്കും പിന്നെ 5 വോൾട്ട് DC സപ്ലൈക്ക് എങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. ഈ റിലേയുടെ കോമണും NCയും ഏതാണെന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് 5 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ 5 വോൾട്ട് സപ്ലൈ കൊടുത്തു. ഇത് ലൈറ്റൊക്കെ കത്തിയൊക്കെ. ഇനി നമ്മൾ മൾട്ടിമീറ്റർ എടുക്കുക, കണ്ടിന്യൂറ്റി ഇടുക. എന്നിട്ട് നമുക്ക് റിലേയുടെ NC ചെക്ക് ചെയ്യാം. റിലേയുടെ സെൻറ്റർ കോമൺ ആണ്. പിന്നെ NC ഏതാണെന്ന് നമുക്ക് അറിയണം. കേട്ടോ,
സെൻസറിൽ കൈ കാണിക്കുമ്പോൾ ഒരു ഗ്രീൻ ബട്ടൺ സെൻസറിലും റിലേ തെളിയും. ഒപ്പം മൾട്ടിമീറ്റർ ബീപ്പ് സൗണ്ട് കേൾക്കാം. അപ്പോൾ ഈ ഒരു കോമണിൽ നിന്നും ഇതാണ് NC നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പുറത്തുള്ളത് NC. അപ്പോൾ ഈ ഇത് രണ്ടിലും വേണം നമുക്ക് പമ്പ് കണക്ട് ചെയ്യാൻ. പമ്പിനൊക്കെയുള്ള സപ്ലൈയും സീരിയസ് ആയിട്ട് പമ്പ് കണക്ട് ചെയ്യാം. ഇതിൻ്റെ 5 വോൾട്ട് DC സപ്ലൈയുടെ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യാം. കൂടെ തന്നെ പമ്പിൻ്റെ കണക്ഷൻ കൊടുക്കാം. ആദ്യം പോസിറ്റീവ് എടുക്കുക, ബോർഡിൻ്റെ പോസിറ്റീവ്, നമ്മുടെ DC സപ്ലൈയുടെ പോസിറ്റീവ് എടുക്കുക, രണ്ടും കൂടെ കൂട്ടിപ്പിരിക്കുക. രണ്ടും കൂടെ കൂട്ടിപ്പിരിച്ചതിന് ശേഷം നമുക്ക് റിലേയുടെ കോമണിൽ കൊടുക്കാം. പമ്പിൻ്റെ പോസിറ്റീവ് എടുക്കുക, റിലേയുടെ NCയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിനി കോമണാണ് കണക്ട് ചെയ്യേണ്ടത്. പോസിറ്റീവ് കണക്ട് ചെയ്തു. ഇനി മോട്ടറിൻ്റെ കോമണും 5 വോൾട്ട് DCൻ്റെ കോമണും പിന്നെ സെൻസറിൻ്റെയും മൊഡ്യൂളിൻ്റെയും കോമണും കൂടെ ഒരുമിച്ച് ജോയിൻ്റ് അടിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതെല്ലാം സെറ്റ് ചെയ്തു. വയറുകളൊക്കെ ടൈറ്റ് നന്നായിട്ട് കെട്ടി. പിന്നെ കമ്പി കുത്തിക്കയറ്റി, കാരണം ഇതുപോലെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ? ഇനി നമുക്കിതിനകത്ത് സാനിറ്റൈസർ ഒഴിക്കത് ഓപ്പൺ ചെയ്തിട്ട് നമ്മളപ്പോൾ ഇതേ ആൽക്കഹോൾ അടങ്ങിയ ഹാൻഡ് സാനിറ്റൈസറാണ് ഇത്. നമുക്ക് ഈ ബോട്ടിലേക്ക് ഒഴിക്കാം. അടുത്ത് നിങ്ങൾക്ക് പമ്പ്, ഓക്കെ. നമ്മളിനി അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ USB കേബിൾ. ഇതുപോലെ ഒരു മൊബൈൽ ചാർജറിലേക്ക് കണക്ട് ചെയ്യുക. അങ്ങോട്ട് സ്വിച്ച് ഓൺ ആക്കുക. അപ്പോൾ റെഡും ഗ്രീനും ലൈറ്റും വന്നിട്ടുണ്ട്. റിലേ മൊഡ്യൂളിൻ്റെ അവിടെ ഗ്രീനും റെഡും സെൻസറിൻ്റെ അവിടെ ഗ്രീൻ ലൈറ്റും വന്നിട്ടുണ്ട്. നമ്മളിനി കൈ കാണിക്കാൻ പോവാണ്. ഒന്നുകൂടി വാ. ഇതിൽ കാണുന്ന ഈ ഒരു ചെറിയൊരു പോട്ട് മീറ്ററിൽ ഈ ഒരു പൊട്ടൻഷ്യൽ മീറ്റർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻസറിൻ്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ കൈ കൊണ്ടുവരുന്ന ഈ അകലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഈ സാനിറ്റൈസർ ഉണ്ടാക്കാനുള്ള ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് വാങ്ങി പർച്ചേസ് ചെയ്ത് ഉണ്ടാക്കി നോക്കുക, ശ്രമിച്ചു നോക്കുക. ചെറിയ ഇതുപോലെ പ്രോജക്ട്സൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ശ്രമിച്ചു നോക്കുക. ഇനിയും ഇതുപോലത്തുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്, അജു പത്മനാഭൻ.